തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നോർത്ത് പറവൂർ HMYS ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. കോട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം, അധ്യാപക രക്ഷകർത്താ ദിനം, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനം എന്നിവ നടത്തി. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ പ്രശസ്ത സിനിമാ താരം രാജേഷ് പറവൂർ വിശിഷ്ട അതിഥിയായിരുന്നു. ഞാൻ അവിടേക്ക് കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ മുമ്പിലിരിക്കുന്നത് വിദ്യാർത്ഥികളായിരിക്കില്ല, അധ്യാപകർ, അവിടുത്തെ മാതാപിതാക്കന്മാർ മാത്രമാണ്. ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അടക്കം ചിട്ടയോടുകൂടെ എല്ലാ വിദ്യാർത്ഥികളും വന്നിരിക്കുന്ന കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. കാരണം ഇവിടെ ഈ സമ്മേളന വേദിയിൽ പങ്കെടുത്ത് വിശിഷ്ടാതിഥികൾ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ഒട്ടേറെ അറിയണം എങ്ങനെയാണ്. എന്തായാലും വളരെയേറെ സന്തോഷമാണ്. സ്കൂള് എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാണ്, സന്തോഷമാണ്, ആഹ്ലാദമാണ്. പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ്സിൽ പോയിരുന്ന ഒരു കുട്ടിയായിരുന്നു. അത് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമില്ല, ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. എന്നും സ്കൂളിൽ പോകുന്നത് കൂട്ടുകാരെ കാണാം, കളിക്കാം, അതിലുപരി കലാപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നത്തെ വെള്ളിയാഴ്ചകളിൽ ലാസ്റ്റ് പീരീഡ് കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ VD രാജപ്പൻ കഥാപ്രസംഗം അദ്ദേഹം വിളിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ 4 പേര് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ കലാപ്രവർത്തനത്തിൽ തുടക്കമുള്ളത്. അന്നത് കേട്ടിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ശ്രീ പറവൂർ ജോർജ് മാഷ്, അദ്ദേഹം ഇവിടെ ജീവിച്ചിട്ടില്ല, സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം എനിക്കൊരു മോണാക്ട് എഴുതി തന്നു. അതെന്നെ പഠിപ്പിച്ചു. അത് ജില്ലാ കലോത്സവത്തിൽ എന്നെ മത്സരിപ്പിച്ചു. അവിടെ എനിക്ക് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. ജോസാറിൻ്റെ നാടകങ്ങളിലൊക്കെ സ്ഥിരം ഒരു സാഹിത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ആദ്യത്തെ ഒരു പീരീഡ് ക്ലാസ്സിൽ ഇരുന്നാൽ മതി, സെക്കൻഡ് പീരീഡ് ആകുമ്പോഴേക്കും മാസ്റ്റർ നാടകത്തിൻ്റെ റിഹേഴ്സലിന് വേണ്ടി വിളിച്ചിട്ട് പോകും. പിന്നെ ഉച്ചവരെ ക്ലാസ്സിൽ കയറുന്നുണ്ട്, നാടകം പഠിച്ചാൽ മതി. ഭയങ്കര ഇൻട്രസ്റ്റാണ് ക്ലാസ്സിൽ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ 2ാമത്തെ പീരീഡ് കണക്കാണ്. ശങ്കരൻ മാഷാണ്. ശങ്കരൻ മാഷ് എന്ന് പറഞ്ഞാൽ അടി സഹിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെയാണ് PTA പ്രസിഡന്റ് ധിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ KR ശ്രീജ സ്വാഗതം ആശംസിച്ചു. സീനിയർ അധ്യാപകൻ KB ജോബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA നിത്യ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അച്ചുരഞ്ജൻ, HMY സഭ പ്രസിഡന്റ് മോഹൻദാസ്, സഭാ സെക്രട്ടറി BK ഹർഷൻ, സ്കൂൾ മാനേജർ MK ദേവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിൽ ഇത്രയും സേവനമനുഷ്ഠിച്ച് 7 ടീച്ചർമാർ റിട്ടയർഡ് ആവുകയാണ്. എല്ലാ ടീച്ചർമാർക്കും എൻ്റെ പേരിലും PTAയുടെ പേരിലും അഡ്വാൻസായിട്ട് റിട്ടയർഡ് ലൈഫിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ സ്കൂളിന് വേണ്ടി നിരവധി സമ്മാനങ്ങൾ എത്തിച്ച എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എൻ്റെ പേരിലും PTAയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. SPC സ്റ്റേറ്റ് അവാർഡ് ജേതാവ് KP മനോജ് മാസ്റ്ററെയും മുത്തൂറ്റ് വോളിബോൾ പരിശീലകനുമായ സജീവ് P വാസുവിനെയും ആദരിച്ചു. വാർഡ് മെമ്പർ നിധ രാജീവും കോട്ടുവള്ളിക്കാട് SNMG LPS മീനാകുമാരി ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് സിന്ധു NR, സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി അരവിന്ദ്, ലീഡർ
അന്ന റോസ് പൈലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ് മിസ്ട്രസ് EN ബിന്ദു, സന്ധ്യ PS, അമ്പിളി KP, ബിന്ദു NR, സന്ധ്യ PS, പ്രിയങ്ക TP, രഞ്ജിത P മല്ലയ്യ എന്നിവർ മറുപടി പ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി അധ്യാപിക ലീന ടീച്ചറുടെ നന്ദിയോടെ യോഗം അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.